ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഈ വ്ളോഗ് ഞാൻ ചെയ്യുന്നത് ആക്ച്വലി ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ മെസ്സേജസ് വരുന്നത് ഞങ്ങളുടെ പേഴ്സണൽ ഇൻകം അല്ലെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബിലെ ഇൻകമിനെ കുറിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻകം അറിയാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നത്. പക്ഷേ ഈ വ്ളോഗ് നിങ്ങൾ കാണാൻ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അത് അറിയാനാണെങ്കിൽ പ്ലീസ് ഇവിടെ വെച്ച് നിർത്തിയിട്ട് പോകാം. കാരണം ഐ വോണ്ട് ബി ഡിസ്ക്ലോസിങ് മൈ ഇൻകം അറ്റ് ഓൾ. ഐ വോണ്ട് ബി. പക്ഷേ എൻ്റെ ഇൻകം സോഴ്സസും ആൻഡ് ഏകദേശം എൻ്റെ ഇൻകം ഹൗ മച്ച് ഡു ഐ എക്സ്പെക്റ്റ് ഇൻ ദ ഫ്യൂച്ചർ എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഒരു ഡീറ്റെയിൽ അറിയേണ്ടത് വീണ്ടും അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ മലയാളീസാണ്. ബിക്കോസ് ഹൗ ഡസ് ഇറ്റ് മാറ്റർ, ഞാൻ എത്ര ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എത്ര ഇൻകം ഉണ്ടെന്ന് അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഇറ്റ് ഡസൻ എഫക്റ്റ് യു. നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ കോണ്ടൻസും ഞങ്ങളുടെ ചാനലിൻ്റെ കോണ്ടൻസ് ആണ്. ഇഫ് ഇറ്റ് ഇസ് നൈസ് യു ക്യാൻ വ്യൂ. ഇഫ് ഞങ്ങളുടെ ചാനലിൻ്റെ കോണ്ടൻസ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇഫ് യു ഗെറ്റിംഗ് എൻ്റർടൈൻ, ഇഫ് യു ഗെറ്റിംഗ് ഹാപ്പി, ഇഫ് യു ഗെറ്റിംഗ് സം നോളജ്, യു ക്യാൻ വാച്ച്. ഇല്ലെങ്കിൽ യു ക്യാൻ സ്കിപ്പ്, അല്ലെങ്കിൽ കാണേണ്ട ആവശ്യമില്ല. അല്ലാതെ നമ്മുടെ ഇൻകത്തിനെ കുറിച്ച് അറിയേണ്ട ഒരു ആവശ്യവും ആൾക്കാർക്കില്ല. പക്ഷേ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പേർക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ട്, എസ്പെഷ്യലി ഇന്ത്യയിൽ. കാരണം ഇപ്പോൾ തന്നെ ഒരു ആർട്ടിക്കിളിൽ വന്നതല്ലേ ഉള്ളൂ, ഇന്ത്യയിൽ മില്യണേഴ്സിന് എണ്ണം 100 കൂടുമ്പോൾ കോടിക്കണക്കിനാണ് മിഡിൽ ക്ലാസ്സിൽ നിന്ന് പോവർട്ടിയിലേക്കും താഴത്തേക്കും പോകുന്നത്. സോ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എല്ലാവർക്കും ചോദ്യങ്ങളും, ബിക്കോസ് പീപ്പിൾ വോണ്ട് ടു നോ. എനിക്കൊന്ന് പേഴ്സണലി എനിക്ക് അറിയുന്നതിനെക്കാട്ടി കൂടുതൽ എങ്ങനെയാണ് എല്ലാവർക്കും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുക, അതിനുവേണ്ടിയായിരിക്കും ചിലപ്പോൾ ആൾക്കാർ ചോദിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഐ ഡോണ്ട് ടേക്ക് എനി ഒഫൻസ്. പക്ഷേ ആരുടെയും പേഴ്സണൽ ഇൻകം നിങ്ങൾ ഇനി തൊട്ടെങ്കിലും ഫ്യൂച്ചറിൽ ചോദിക്കാതിരിക്കുക. ബിക്കോസ് ഇറ്റ് ഇസ് ഡൗൺ റൈറ്റ് ഒഫെൻസീവ്, ഇറ്റ് ഇസ് നോട്ട് റൈറ്റ്. അതൊരു തെറ്റായ കാര്യമാണ്. സോ ആരോടും അങ്ങനെ ചോദിക്കാതിരിക്കുക എന്ന് ഫസ്റ്റ് പറയാനുള്ളത്. ആൻഡ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ പറയാം. നമ്മുടെ ആക്ച്വലി ഈ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നത് ഞാൻ മാത്രമല്ല, പ്രിയയുടെയും എൻ്റെയും കൂടെ ബുദ്ധിമുട്ടിലാണ്. കാരണം ഫോർ എക്സാമ്പിൾ, അതൊരു മേജർ അനൗൺസ്മെൻ്റ് ആണ്. ഞങ്ങളുടെ അടുത്ത ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഒരു 2 months ട്രിപ്പാണ്. അതിൻ്റെ ഏകദേശം ബഡ്ജറ്റ് കുറയത്തില്ല, ഇതിൽ കൂടത്തേ ഉള്ളൂ. അതിന് 10 lakh rupees ആണ് മിനിമം വരിക. കാരണം നിങ്ങൾക്കറിയാം, ഒരു വെസ്റ്റേൺ കൺട്രിയിലേക്ക് പോകണമെങ്കിൽ 2 months ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഫുഡ് സ്റ്റേ, നമ്മൾ ആരുടെയും വീട്ടിൽ താമസിക്കാറില്ല, നമ്മൾ ആരുടെയും വീട്ടിൽ പോയി കഴിക്കാറില്ല. നമ്മളെല്ലാം നമ്മൾ ഓണായിട്ടാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. ഞങ്ങളുടെ വ്ളോഗ് കാണുന്നവർക്ക് അറിയായിരിക്കും. ബിക്കോസ് ദാറ്റ് ഇസ് ഹൗ വി പ്രിഫർ ടു ഗോ. വി വോണ്ട് ടു എക്സ്പ്ലോർ, വി ഡോണ്ട് വോണ്ട് ടു ടേക്ക് എ ലോക്കൽ ഹെൽപ്പ്. ഞങ്ങൾക്ക് തന്നെ ചെയ്യാനാണ് എല്ലാം ഇഷ്ടം. അല്ല, ഒരുപാട് തെറ്റുകൾ വരും, ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുമായിരിക്കും. പക്ഷേ ഇറ്റ് ഡസൻ മാറ്റർ. അതുകൊണ്ട് നമ്മൾ ആക്ച്വലി ഇപ്പോൾ പോകുന്ന സ്ഥലത്തും നമ്മൾ ആരെയും കോൺടാക്ട് ചെയ്തിട്ടില്ല. ഇനി ഇവിടെ ചെന്ന് മീറ്റ് ചെയ്യോ ഇല്ലയോ എന്നറിയില്ല. സോ ദാറ്റ്സ് ഹൗ വി ട്രാവൽ. അതുകൊണ്ട് ഞങ്ങളുടെ എക്സ്പെൻസും അതുപോലെ തന്നെ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ഇത് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടില്ല, ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ കിട്ടില്ല. അപ്പോൾ എൻ്റെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു, ഇമാക്സ് ബയോജെനിക്സ്. അത് ഞാൻ ഒരു അത്യാവശ്യം നല്ല റേറ്റിന് വിറ്റു. സോ വിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാസ് നോട്ട് ഹാപ്പി ഡൂയിങ് ദാറ്റ്. പ്ലസ് എനിക്ക് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാനായിരുന്നു എൻ്റെ ഇഷ്ടം. എന്ന് പറയുമ്പോൾ ഞാൻ സിനിമ ട്രൈ ചെയ്തിട്ടുണ്ട്, ഞാൻ ഡാൻസ് അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. ഐ വോണ്ടഡ് ടു എൻ്റർടൈൻ പീപ്പിൾ. ആൻഡ് ഇപ്പോൾ എനിക്ക് ദൈവം സഹായിച്ച് അത് ഒരു പാഷൻ കിട്ടി. ഐ ലൈക്ക് ടു എൻ്റർടൈൻ പീപ്പിൾ, ഐ ലൈക്ക് ടു ഡിസ്കവർ ആൻഡ് എക്സ്പ്ലോർ ദ വേൾഡ്, ഐ ലൈക്ക് ടു ഈറ്റ് ന്യൂ ഫുഡ് ആൻഡ് ഹാവ് ന്യൂ എക്സ്പീരിയൻസസ്. ഇത് മൂന്നും കൂടെ എനിക്ക് ദൈവം സഹായിച്ച് യൂട്യൂബിൽ കിട്ടിയിട്ടുണ്ട്. സോ എൻ്റെ ഒരു എൻ്റെ കണക്ക് കൂട്ടൽ യൂട്യൂബ് ഇസ് എ വെരി ഗുഡ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് ഞാൻ അങ്ങനെയാണ് കാണുന്നത്, ഒരു ബിസിനസ് പെർസ്പെക്റ്റീവ് എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ യൂട്യൂബിലേക്ക് ഞങ്ങളുടെ വ്ളോഗ്സ് ആക്ച്വലി ഒരു ബഡ്ജറ്റ് വ്ളോഗ്സ് അല്ല, കൂടുതലും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രാവലും, എസ്പെഷ്യലി ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. സോ അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ പൈസ എടുക്കാറില്ല. കാരണം അതെൻ്റെ ഫാമിലിയുടെ ചിലവിനും വീട്ടു ചിലവിനൊക്കെ ആവശ്യമുണ്ട്. അതല്ലാതെ ഐ എം വർക്കിംഗ് ആസ് എ നൈറ്റ് ടൈമിൽ മണിക്കൂർ കണക്കിന് നമുക്ക് US-ലൊക്കെ കോൺട്രാക്റ്റ് ആയിട്ട് കിട്ടും. അത് ഞാൻ എന്നോട് എങ്ങനെയാണെന്ന് ചോദിക്കരുത്. കാരണം അതെൻ്റെ എക്സ്പീരിയൻസും എൻ്റെ കോൺടാക്റ്റൊക്കെ വെച്ചിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അത് ബാക്കിയുള്ളവർക്ക് ആർക്കും കിട്ടില്ല. അങ്ങനെ കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. കാരണം ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന കമ്പനിയിൽ, പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനി, ബ്രിക്ക് വർക്ക്സ് ഇന്ത്യ എന്ന് പറഞ്ഞൊക്കെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പോയപ്പോൾ എനിക്ക് കുറച്ച് ക്ലയൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ആ ക്ലയൻസ് ഇപ്പോഴും എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ ഡു സം മാർക്കറ്റ് റിസർച്ച്, ഡാറ്റ മൈനിങ്, അല്ലെങ്കിൽ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ഐ ഡു ഇറ്റ് ഓൺ എ കോൺട്രാക്ട് ബേസിസ് വെൻ എവർ ഐ ഹാവ് ദ ടൈം. അവരൊരു ടൈം ലൈൻ തരും, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി. സോ അത് ഞാൻ ചെയ്യാറുണ്ട് ഇൻ ബിറ്റ്വീൻ ഓൾ ദിസ്. അതല്ലാതെ എനിക്ക് അത്യാവശ്യമുള്ള രീതിയിൽ കുറച്ച് ഷെയർ ട്രേഡിങ്, സ്റ്റോക്ക് ട്രേഡിംഗ് ഒക്കെ ഉണ്ട്. അതല്ലാതെ ഒരു ഗാമ്പിൾ ഞാൻ ചെയ്തായിരുന്നു. അതുകൊണ്ട് എന്നോട് ഇതിനെക്കുറിച്ചും ആരും ചോദിക്കരുത്. കാരണം ഐ വുഡൻറ്റ് റെക്കമെൻഡ്. ക്രിപ്റ്റോ കറൻസിയിൽ ഞാൻ കുറച്ചധികം പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അത് ഫുൾ പോകാനുള്ള രീതിയിലാണ് എപ്പോഴും ക്രിപ്റ്റോ കറൻസിയിൽ ചെയ്യുന്നത്. പക്ഷേ ഭാഗ്യത്തിന് ഐ ഗോട്ട് എ വെരി ഗുഡ് റിട്ടേൺ ഫ്രം ദാറ്റ്. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ ഐ വാസ് ലക്കി ഓൾസോ. സോ അതൊക്കെ ഞാൻ ചെയ്താണ് ഞങ്ങളുടെ ഇങ്ങനത്തെ ട്രാവൽ യൂട്യൂബിലേക്കുള്ള വീണ്ടും ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുപോലെ തന്നെ പ്രിയയുടെ ബാങ്കോക്ക് ഫാഷനിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ട്. അതല്ലാതെ പ്രിയ ഡസ് ലിറ്റിൽ ബിറ്റ് ഓഫ് ആഡ്സ് ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്. സോ അതൊക്കെ കൊണ്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ആൻഡ് ഹോപ്പിംഗ് ഇറ്റ് ടു ഗ്രോ ആൻഡ് ബിക്കം ബിഗ് ആൻഡ് ലേറ്റർ ഓൺ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ആലോചന. സോ അതാണ് ഞങ്ങളുടെ ഈ യൂട്യൂബിനെ കുറിച്ചുള്ള ഒരു ചെറിയ കഥ. പിന്നെ എല്ലാവർക്കും എപ്പോഴും ഒരു ആക്റ്റീവ് ഇൻകം പാസീവ് ഇൻകം വേണം. കുറച്ച് ബോറടിച്ചാലും കുഴപ്പമില്ല, കുറച്ച് അറിയേണ്ട കാര്യങ്ങളാണ്. കാരണം ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുമ്പോഴാണ് അത് ആക്റ്റീവ് ഇൻകം. പാസീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈസ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നു. ഫോർ എക്സാമ്പിൾ FD ഷെയർ മാർക്കറ്റിലോ അങ്ങനെയൊക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്റ്റീവ് ഇൻകം കുറേ ഉണ്ടെങ്കിലേ നമുക്ക് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ ഒരു വീട് വാങ്ങിയിട്ട് ആ വീടിന് റെൻറ്റ് കിട്ടുവാണെങ്കിൽ അതും പാസീവ് ഇൻകം ആണ്. സോ ഞങ്ങളുടെ ആക്ച്വലി പാസീവ് ഇൻകം എനിക്ക് കുറേ രീതിയിൽ ഇതുപോലെ ഷെയർ ട്രേഡിങ്ങിലാണെങ്കിലും വേറെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സിലൊക്കെ ആണെങ്കിലും എനിക്ക് ദൈവം സഹായിച്ച് കിട്ടുന്നുണ്ട്. സോ അങ്ങനെയാണ് നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലിൽ നിന്ന് പോകുന്നത്. പക്ഷേ യൂട്യൂബിലേക്ക് ഇപ്പോൾ ഒരുപാട് പേർക്ക് വരാൻ താല്പര്യമുണ്ട്. ആൻഡ് ഐ ഫീൽ ആ യൂട്യൂബിലേക്ക് വരുന്നവരുടെ മെയിൻ മോട്ടീവ് മണി മാത്രമാണെങ്കിൽ 99.9% യു വിൽ നോട്ട് സക്സീഡ്. ഇറ്റ്സ് 100% ഷുവർ യു വിൽ നോട്ട് സക്സീഡ്. ഇപ്പം ഒരു സക്സസ്ഫുൾ യൂട്യൂബേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ ട്രെൻഡിങ് അല്ല, ഈ ട്രെൻഡിങ് ടോപ്പിക്സ് പുറകെ പോകുമ്പോഴാണ് പ്രശ്നം. കാരണം അതൊക്കെ ലോങ് ലാസ്റ്റിംഗ് അല്ല, അതൊക്കെ ചെറിയ 2-3 ഇപ്പോൾ യൂട്യൂബിലെ ട്രെൻഡിങ് എത്ര 3 ദിവസം 4 ദിവസമല്ലേ നിൽക്കുള്ളൂ. അതുപോലെ തന്നെ ആയിരിക്കും ഈ ട്രെൻഡിങ് ടോപ്പിക്സിലൊക്കെ എടുത്ത് ആൾക്കാർ ചെയ്യാൻ നോക്കിയാൽ. പക്ഷേ അവരുടെ പാഷൻ നോക്കി അത് നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് പാക്കേജായിട്ട് ആരെങ്കിലും പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഗ്രോത്ത് ഉണ്ടെന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. യൂട്യൂബിൽ അത് കുക്കിംഗ് ആവാം, നിങ്ങളുടെ ഒരു പെയിൻറ്റിങ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ ഒരു ആർട്ട് സ്കിൽസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരമാവാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ എല്ലാവരും ചെയ്യുന്ന പോലെ നിങ്ങളും ചെയ്തിട്ട് അവർക്ക് വ്യൂ ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് വ്യൂ കിട്ടിയെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് ഗോയിങ് ടു ലാസ്റ്റ് ലോങ്. ഇപ്പം മല്ലു എനിക്ക് കുറച്ച് യൂട്യൂബേഴ്സ്, ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. മല്ലു ട്രാവലേഴ്സ്, സുജിത് ഭക്തനോ, അതുപോലെ തന്നെ മറ്റേ M4 ടെക്കോ, ഇവരൊക്കെ ഇപ്പോൾ അവർക്ക് ആ ഇൻകം കിട്ടിയില്ലെങ്കിലും അവർ ചെയ്യേണ്ട കാര്യം ചെയ്യും. ഇത്രയും ഗംഭീരമായിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല, ഫിനാൻഷ്യലി വയബിൾ അല്ലാത്തതുകൊണ്ട്, പക്ഷേ ദേ വിൽ ഡു ഇറ്റ് ബിക്കോസ് ദാറ്റ് ഇസ് ദെയർ പാഷൻ. അതുപോലെ തന്നെ ഞങ്ങളാണെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടുന്നില്ല, അല്ലെങ്കിൽ യൂട്യൂബ് ഒരു ബിസിനസ് അല്ലെങ്കിൽ പോലും ഞങ്ങൾ ട്രാവൽ ചെയ്യും. ഞങ്ങളിപ്പോൾ റെക്കോർഡ് ചെയ്യില്ലായിരിക്കും, ഞങ്ങൾ ട്രാവൽ ചെയ്യും, ഫുഡ് എക്സ്പ്ലോർ ചെയ്യും. പക്ഷേ ഇത്രയും ഗംഭീരമായിട്ട് അല്ലെങ്കിൽ ഇത്ര ഹ്യൂജ് സ്കെയിലിൽ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഐ ബിലീവ് യൂട്യൂബിൽ നിന്ന് ഒരു സക്സസ്ഫുൾ യൂട്യൂബർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സക്സസ്ഫുൾ യൂട്യൂബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു ഡെയിലി വ്ളോഗ്സ് അല്ലെങ്കിൽ ഒരു ഡെയിലി വ്ളോഗ്സ് എന്ന് പറയുമ്പോൾ ഒരു 100K വ്യൂസ് ഡെയിലി കിട്ടുവാണെങ്കിൽ, ദാറ്റ് മൈറ്റ് ഒരു 100 അല്ലെങ്കിൽ ഈവൻ 200K വ്യൂസ് ഡെയിലി കിട്ടുവാണെങ്കിൽ 200K വ്യൂസ് ഇൻറ്റു ഒരു 30, സോ ഏകദേശം 6 lakh വ്യൂസ് ആയില്ലേ. സോ അതുപോലെ തന്നെ 6 lakh അല്ല 60 lakh വ്യൂസ് ആയി. അപ്പോൾ ഒരു ആവറേജ് മന്ത്ലി ഒരു 50 to 60 lakh വ്യൂസ് ഉള്ളവർക്ക് മാസം ക്ലോസ് ടു ഒരു 8 to 10 lakh അല്ല മാസം 8 to 10 lakhs rupees വരെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്, വിത്ത് വ്യൂസ് ആൻഡ് വിത്ത് ആഡ് എൻഡോസ്മെൻറ്റ്സ്. ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് കുറച്ച് വെസ്റ്റേൺ യൂട്യൂബേഴ്സിനൊക്കെ ദേ ഇൻസ്പയർ മി എ ലോട്ട്. അവർ ആക്ച്വലി വ്യൂസിൽ കൂടി അല്ല ക്യാഷ് ഉണ്ടാക്കുന്നത്, അവരുടെ ഓരോ എപ്പിസോഡിൽ കൂടെ അവർക്ക് ആഡ്സ് അല്ലെങ്കിൽ സ്പോൺസേഴ്സ് കാണും. സോ ദാറ്റ് അവർക്ക് ചിലപ്പോൾ ഒരുപാട് വ്യൂസ് കാണില്ല, പക്ഷേ വ്യൂവിങ് ചെയ്യുന്ന ഓഡിയൻസ് ഭയങ്കര ഒരു പ്രീമിയം അല്ലെങ്കിൽ നല്ല ഓഡിയൻസ് ആയിരിക്കും. വേർ ബ്രാൻഡ് വോണ്ട് ആൻ ആക്സസ് ടു സച്ച് ഓഡിയൻസ്. ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് അതുപോലത്തെ ഓഡിയൻസിനാണ് കിട്ടിയിരിക്കുന്നത്, വിച്ച് ഐ എം ഫോർ എവർ ഗ്രേറ്റ്ഫുൾ. നമുക്ക് ഞാൻ പറഞ്ഞില്ല മില്യൺ വ്യൂസോ അങ്ങനെയൊന്നും കാണില്ല, പക്ഷേ നമുക്ക് കിട്ടുന്ന ഇപ്പോൾ 100K വ്യൂസോ 200K വ്യൂസ് എത്രയാണെങ്കിലും ആ ഒരു ഓഡിയൻസിലേക്ക് ആക്സസ് കിട്ടാൻ വേണ്ടി ബ്രാൻഡ്സിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഐ വോണ്ട് ടു ഷെയർ ആൻ ഹാപ്പി ന്യൂസ് വിത്ത് യു. ഒരു നാഷണൽ ലെവലിലുള്ള ഒരു സോഷ്യൽ മീഡിയ ഏജൻസി ഹാവ് ഓഫേർഡ് ടു സൈനേഴ്സ്. അത് മിക്കവാറും ഞങ്ങൾ സൈൻ ചെയ്യും. കാരണം ദേ ആർ ടെലിങ് ഞങ്ങളാണ് ഫസ്റ്റ് കേരളത്തിലെ യൂട്യൂബേഴ്സ് ഹു ദേ ആർ ഗെറ്റിംഗ് അഫിലിയേറ്റഡ് വിത്ത് എന്ന് പറയുന്നു. എനിക്കൊന്ന് വേറെ യൂട്യൂബേഴ്സൊക്കെ കാണുമായിരിക്കും, അവർ ചിലപ്പോൾ ഹൈപ്പിന് വേണ്ടി പറയുമായിരിക്കും. പക്ഷേ എന്തായാലും ഇറ്റ്സ് എ ബിഗ് ഡീൽ ഫോർ us. കാരണം അവർക്ക് ഇവിടെ ദുബായിലും US ഓഫീസ് ഉണ്ട്. സോ അവരായിട്ടുള്ള ഒരു കൊളാബറേഷനിൽ ഒരുപാട് PR ആക്ടിവിറ്റീസും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വരും. സോ ഹോപ്പ്ഫുള്ളി അത് 1 yearത്തേക്കാണ്, അത് നമ്മൾ സൈൻ ചെയ്തിട്ടില്ല, ബട്ട് മോസ്റ്റ് പ്രോബബ്ലി ഐ വിൽ സൈൻ ഇറ്റ് സോ ദാറ്റ് ദേ അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ വിച്ച് OHF ഗിവ്സ്. ആൻഡ് അവർക്ക് വേണ്ടത് OHF കസ്റ്റമേഴ്സിലേക്കുള്ള അല്ലെങ്കിൽ OHF സബ്സ്ക്രൈബേഴ്സിലേക്കുള്ള ഒരു ആക്സസ് ആണ്. സോ ദാറ്റ് മേക്ക് us വെരി ഗ്രേറ്റ്ഫുൾ ടു യു ഗൈസ്. ആൻഡ് ഇറ്റ് ഇസ്, ഞാൻ വീണ്ടും പറയുന്ന പോലെ വി ആർ വെരി ഗ്രേറ്റ്ഫുൾ. നിങ്ങളുടെ ഒരു 30 minutes ഡെയിലി കിട്ടുന്നത്, 30 to 40 minutes ഡെയിലി കിട്ടുന്നത്, വി ട്രൈ ടു മേക്ക് ഷുവർ വി ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ
ക്യാമറ എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും നമ്മൾ ഓരോ വ്ളോഗ് ചെയ്യുന്നതാണെങ്കിലും നിങ്ങൾക്കറിയാം ഞങ്ങളുടെ വ്ളോഗ്സിൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഓരോ വ്ളോഗ്സും ചെയ്യുന്നത്. ഒരു റിച്ച്നെസ് വേണം, അങ്ങനെ ചെയ്യണം എന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് അതാണ് പ്രൊജക്റ്റ് ചെയ്യാൻ ഇഷ്ടം. ഒരു ട്രാവൽ ആണെങ്കിലും ഫുഡ് ആണെങ്കിലും ഹോട്ടൽസ് ആണെങ്കിലും എവറിത്തിങ് ഷുഡ് ബി ഗ്രാൻഡ് സോ ദാറ്റ് യു ഗൈസ് ഓൾസോ ലേറ്റർ ഓൺ യു ക്യാൻ ആസ്പയർ ടു ബി മോർ. അതിപ്പോൾ ചിലപ്പോൾ സാധിക്കില്ല, 5 വർഷം കഴിഞ്ഞ് സാധിക്കില്ല, പക്ഷേ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അത് സാധിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഒരുപാട് പേര് വിചാരിക്കും നമുക്ക് ജാടയാണ്, ഷോ ആണ് എന്നൊക്കെ രീതിയിൽ വിചാരിക്കുന്നവർ, അത് അവരുടെ മൈൻഡ് സെറ്റാണ്. വി കാൻ ചേഞ്ച് അതേഴ്സ് മൈൻഡ് സെറ്റ്. പക്ഷേ കുറച്ച് പേരെങ്കിലും ഇൻസ്പയർ ആവുന്നുണ്ടെന്ന് ഐ എം 100% ഷുവർ ആൻഡ് ദാറ്റ്സ് ഓൾസോ ബിഗ് അച്ചീവ്മെൻറ്റ് ഫ്രം അവർ സൈഡ്. സോ അതേ പറഞ്ഞത് നിങ്ങളെപ്പോലത്തെ ഓഡിയൻസ് കിട്ടിയത് റിയലി വി ആർ ഗ്രേറ്റ്ഫുൾ. അതുകൊണ്ടാണ് നമുക്ക് എനിക്ക് ആക്ച്വലി അതിൻ്റെ വ്യൂസിനെ കാട്ടി കൂടുതലുള്ള വരുമാനം എനിക്ക് ആഡ്സിൽ കൂടെ കിട്ടുന്നുണ്ട്, ആഡ് പ്ലേസ്മെൻറ്റ്സിൽ കൂടെ കിട്ടുന്നുണ്ട്. സോ ഇറ്റ്സ് എ ബിഗ് ഡീൽ ഫോർ അസ് ആൻഡ് ഐ ബിലീവ് ഞങ്ങൾക്കൊരു പതുക്കെ ഒരു 1 മില്യൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു 800K സബ്സ്ക്രൈബേഴ്സിനൊക്കെ അടുത്ത് എത്തിക്കഴിഞ്ഞ് വ്യൂസ് നന്നായി കിട്ടിക്കഴിഞ്ഞ് ഏകദേശം ഇതുപോലെയല്ല, ഒരു പെർ വീഡിയോ ഒരു 200K 300K വ്യൂസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഗുലർലി ഐ ബിലീവ് വി ക്യാൻ മേക്ക് അപ് ടു 8 to 10 lakhs. ആൻഡ് വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, കുറച്ച് ഒരു 45+ ഏജ് ആയിട്ടുള്ള ഒരു 3-4 പേര് നമ്മുടെ യൂട്യൂബിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തു, നിങ്ങൾ ഇതൊന്നും കണ്ട് അഹങ്കരിക്കേണ്ട, ഇപ്പോഴത്തെ നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ല ഞാൻ കാറ് വാങ്ങിയതോ അല്ലെങ്കിൽ ഞങ്ങളുടെ ട്രാവലിനൊക്കെ കുറിച്ച്, കാരണം ഇതൊക്കെ ലോങ് ലിവിങ് ഒന്നും അല്ല, നിങ്ങൾ കഷ്ടപ്പെടാതെയാണ് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത്. ബട്ട് ഐ ഡിൻ ഗെറ്റ് ഒഫൻഡഡ്. കാരണം അവർക്ക് അവരുടെ മൈൻഡ് സെറ്റ് വേറെയാണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ ഒരു രീതിയിലല്ല പൈസ ഉണ്ടാക്കുന്നത്, അവരുടെ ഒരു സാലറിഡ് രീതിയിലോ അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തിട്ടോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇന്ന് പീപ്പിൾ തിങ്ക് ദാറ്റ് ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുന്നു, ഞങ്ങൾ ഫുഡ് കഴിക്കുന്നു, പക്ഷെ അതെങ്ങനെ ഇൻകം സോഴ്സ് ആവുന്നതെന്ന്. പക്ഷേ അവരോട് പറയാനുള്ളത് ദിസ് ഇസ് എ ഫ്യൂച്ചർ, ഇത് ഇൻകം സോഴ്സ് ആവും. യൂട്യൂബ് ചിലപ്പോൾ മാറുമായിരിക്കും, പക്ഷേ നിങ്ങൾ ഒരു നമ്മുടെ എഫിസസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയി വ്ളോഗ് ചെയ്തില്ലേ, അത് ഏകദേശം 2000 വർഷം പഴക്കമുള്ളതാണ്. അന്നും എൻ്റർടൈൻമെൻറ്റിന് ഭയങ്കര വാല്യൂ ആയിരുന്നു. അവിടെ ഓഡിറ്റോറിയൊക്കെ കെട്ടി അന്നും ആൾക്കാർ എൻ്റർടൈൻഡ് ആയിരുന്നു. അന്നത്തെ എൻ്റർടൈനേഴ്സ് ആർ ഓൾസോ പെയ്ഡ് വെൽ. അന്ന് തൊട്ട് ഇന്ന് വരെ സക്സസ്ഫുൾ എൻ്റർടൈനേഴ്സ് ആൻഡ് സക്സസ്ഫുൾ സ്പോർട്സ് പീപ്പിൾ ആർ പെയ്ഡ് റിയലി വെൽ. ഫ്യൂച്ചറും അങ്ങനെ ആയിരിക്കും. പ്ലാറ്റ്ഫോംസ് മാറുമായിരിക്കും. അന്നത്തെ നാടകം തൊട്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയ വരെ എത്തിയിട്ടുണ്ട്. നാളെ എന്താണെന്ന് അറിയില്ല, പക്ഷേ ഐ ബിലീവ് സോഷ്യൽ മീഡിയ വിൽ ഓൾവേസ് ജനറേറ്റ് ഇൻകം ഫ്രം നൗ ഓൺ. അപ്പോൾ ജെനുവിൻലി ഇതിലേക്ക് താല്പര്യമുള്ളവർ അല്ലെങ്കിൽ അവരുടെ പാഷൻ അവർക്ക് ഇങ്ങനെ എൻ്റർടൈനിങ് ആയിട്ട് ആൾക്കാരുടെ അടുത്ത് എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നവർക്ക് പാരൻസ് ഡിസ്കറേജ് ചെയ്യരുത്. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ട് എഡ്യൂക്കേഷൻ വേണം. അതും എൻ്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു നീഡ് അറ്റ്ലീസ്റ്റ് എ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു നിഗമനം. കാരണം എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഇത് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ യു ഹാവ് സംതിങ് ടു ഫോൾ ബാക്ക് ഓൺ. എനിക്ക് ധൈര്യത്തോടെ പറയാം, ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഐ ഹാവ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ്. സോ ഇതില്ലെങ്കിലും ഐ വിൽ ഫൈൻഡ് സം അതർ വേ. ആ ഒരു കോൺഫിഡൻസോടെ എനിക്കിത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഐ ഡോണ്ട് ഹാവ് ടു ബി ഡെസ്പറേറ്റ് ഫോർ ദിസ്. ബട്ട് വെൻ യു ഡു സംതിങ് അതിലേക്ക് 100% കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ ബിസിനസ് സെൽ ഓഫ് ചെയ്തത്. എനിക്ക് 2 വഞ്ചിയിൽ കാല് വെക്കാൻ പറ്റില്ല. ഐ വോണ്ട് ടു ഗിവ് സംതിങ് 100% ഫോർ വാട്ട് എവർ ഐ ഡു. അതുകൊണ്ടാണ് ഇപ്പോൾ യൂട്യൂബിലേക്ക് മാത്രം. അപ്പോൾ എൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഇപ്പോൾ യൂട്യൂബാണ്. അത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ആൻഡ് ഇനി തൊട്ട് ഒരു എയർപോർട്ടിലൊക്കെ എന്നോട് ഇമിഗ്രേഷൻ ആൾക്കാർ ചോദിക്കുമായിരുന്നു എന്താണ് ഇൻകം, അല്ല എന്താണ് നിങ്ങളുടെ ജോലി എന്നൊക്കെ. ഐ ടെൽ ഐ എം എ യൂട്യൂബർ, ഐ എം എ പ്രൗഡ് യൂട്യൂബർ. ആൻഡ് ഹോപ്പ്ഫുള്ളി ഇനി ഫ്യൂച്ചറിൽ നമ്മൾ പ്രൗഡ് ഒരു സോഷ്യൽ മീഡിയ എൻ്റർടൈനർ ആവും. അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറച്ചും കൂടെ ആക്റ്റീവ് ആവാൻ നോക്കുന്നുണ്ട്. സോ പാരൻസിനോട് പറയാനുള്ളത്, ഇങ്ങനെ കുട്ടികളെ ഡോണ്ട് ഡിസ്കറേജ് ദം ഫ്രം ബീയിങ് ഇൻ സോഷ്യൽ മീഡിയ. അവർക്ക് ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും ഒരു ഗ്രോത്ത് വരുന്നത്. വി ഡോണ്ട് നോ അവർ സക്സസ്ഫുൾ ആവോ ഇല്ലയോ എന്നല്ല, പക്ഷേ ലെറ്റ് ദം ട്രൈ. ആൻഡ് ഇതൊരു ഫ്യൂച്ചറാണ്. ഇതിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു സാഡ് ട്രൂത്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ 2 Indias എന്ന് പറഞ്ഞ ഒരു വീർദാസിൻ്റെ ഒരു കോമഡി വന്നില്ലായിരുന്നോ, ഒരു സ്കിറ്റ് ഷോ. അതിനെക്കുറിച്ച് തന്നെ ഒരു ആർട്ടിക്കിളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന 80% ഓഫ് engineers in India are unemployed or working for a very low salary, but still around 8 lakh people are writing GET engineering exams every year. എന്തിനാണ് ഇന്ത്യ ഡസൻറ്റ് നീഡ് സോ മെനി എഞ്ചിനീയേഴ്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ അൺഎംപ്ലോയിഡ്. ഇനി കല്യാണം കഴിക്കാൻ ആൾക്കാരെ കിട്ടാനാണോ അതോ അവരുടെ പാഷൻ കൊണ്ടാണോ എന്താണെന്നറിയില്ല. പക്ഷേ അതുപോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയും സ്പോർട്സും ക്രിക്കറ്റും കബഡിയിലൊക്കെ സക്സസ്ഫുൾ ആവാനുള്ള കാശ്. കബഡിക്കാർ വരെ ഇപ്പോൾ കോടികളാണ് വർഷങ്ങൾ ഉണ്ടാക്കുന്നത്. സോ ഒരു ട്രഡീഷണൽ തിങ്കിങ്ങിൽ നിന്ന് മാറിയിട്ട് ജസ്റ്റ് ബി ഓപ്പൺ ടു ഓൾ ഐഡിയാസ്. ഓബ്വിയസ്ലി നിങ്ങളുടെ എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ ചെയ്യുക. എഡ്യൂക്കേഷൻ മസ്റ്റ് ആണ്, പക്ഷേ ജസ്റ്റ് ബി ഓപ്പൺ ടു ഓൾ ഐഡിയാസ്. കാരണം ഏത് ഐഡിയ വിറ്റാണെങ്കിലും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും.
പറഞ്ഞ പോലെ ദർ ഇസ് സോ മച്ച് ഓഫ് മണി ഇൻ ദ വേൾഡ്. അത് നമ്മുടെ കയ്യിൽ എങ്ങനെ എത്തിക്കണം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആൻഡ് 20s കുറച്ച് പറയാനുള്ളത്, അവരോട് നിങ്ങൾ ഇപ്പോഴേ ഒരു BMW വാങ്ങാനോ ഒരു 1 ലക്ഷത്തിൻ്റെ ഫോൺ വാങ്ങാനോ ഒന്നും നോക്കരുത്. ദിസ് ഈസ് യുവർ ടൈം ടു ട്രൈ ന്യൂ തിങ്സ്. എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത് നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ജോലിയുടെ ഇടയിൽ ജസ്റ്റ് ട്രൈ ടു സെൽ യുവർ പാഷൻ ഓർ മേക്ക് കമേഴ്ഷ്യലൈസ് യുവർ പാഷൻ. അതെങ്ങനെയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുക. അത് സോഷ്യൽ മീഡിയ കൂടെ തന്നെ വേണമെന്നില്ല, പക്ഷേ ഓൺലൈൻ തന്നെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും ബെറ്റർ, സോ ദാറ്റ് യു വിൽ ഹാവ് യുവർ ടൈം. അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പ് എന്താണെന്ന് വെച്ചാലും, പക്ഷേ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. ഡോണ്ട് സെറ്റിൽ ഫോർ എ നോർമൽ 8 to 5 ജോബ്. ആൻഡ് ലെറ്റ് മീ മേക്ക് വൺ തിങ് വെരി ക്ലിയർ. ഒരു സക്സസ്ഫുൾ പേഴ്സണും സക്സസ്ഫുൾ ആയിട്ടില്ല വിത്തൗട്ട് ഹാർഡ് വർക്ക് ആൻഡ് എക്സ്ട്രീം ഹാർഡ് വർക്ക്. അത് ഷാറുഖ് ഖാൻ ആണെങ്കിലും, അംബാനി ആണെങ്കിലും, മോഹൻലാൽ ആണെങ്കിലും, വിരാട് കോഹ്ലി ആണെങ്കിലും, നമ്മുടെ സഞ്ജു സാംസങ് ആണെങ്കിലും, മല്ലു ട്രാവലർ ആണെങ്കിലും, സുജിത് ഭക്തൻ ആണെങ്കിലും, OHF ആണെങ്കിലും, ഞങ്ങൾ അത്രയും സക്സസ്ഫുൾ ആയിട്ടില്ല. പക്ഷേ ഞാൻ പറയുകയാണ്, കാരണം ഞങ്ങളുടെ ഈ പറഞ്ഞ ആരും ഒരു സൺഡേസും സാറ്റർഡേസും ഓഫ് എടുത്ത് ഒരു 5-8 hours വർക്ക് ചെയ്യുന്നവരല്ല. എവ്രി വൺ ലോഗ്സ് ദെയർ ആസ് ഓഫ് ഫോർ അറ്റ്ലീസ്റ്റ് 16 to 17 hours എ ഡേ കണ്ടിന്യൂസ്ലി ഫോർ 365 days. മേ ബി വയ്യാത്ത കുറച്ച് ദിവസങ്ങൾ ബ്രേക്ക് എടുക്കുകയും എന്നിട്ടാണ് അവർ ഈ പൊസിഷനിൽ എടുത്തിരിക്കുന്നത്. സോ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനി ഷോർട്ട് കട്ട് ടു സക്സസ്. ഈ ഷെയർ മാർക്കറ്റും സ്റ്റോക്ക് മാർക്കറ്റും അതിൽ സക്സസ്ഫുൾ ആവുന്നവരും ഒരുപാട് റിസർച്ചും 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ അതിനെക്കുറിച്ച് വായിച്ചും പഠിച്ചും അങ്ങനെയൊക്കെ വളർന്നവരാണ് ഈ ജുൻജുൻവാല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ. സോ നോ വൺ ഹാസ് എ ഈസി വേ ടു സക്സസ് അൺലെസ് യു ആർ സം ലക്കി ആയിട്ട് ലോട്ടറി അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും അല്ലാത്തവർ. ബാക്കി എല്ലാവരും വർക്ക് എക്സ്ട്രീംലി ഹാർഡ് ഫോർ ദ സക്സസ്. സോ റെസ്പെക്ട് ദാറ്റ് ആൻഡ് ഡോണ്ട് ലുക്ക് അറ്റ് എവറിത്തിങ് വിത്ത് ജെലസി. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഡൗൺ ആയി പോവുള്ളൂ. ജസ്റ്റ് മേക്ക് ഷുവർ യു ഹാവ് 2 things തിങ്കിങ് റൈറ്റ്. ഒന്ന്, യു ഡിസേർവ് എവറിത്തിങ് ഗുഡ്. നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു വാല്യൂ കൊടുക്കുക. ഓക്കെ, ആൻഡ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും എന്നുള്ളതും ഒരു 100% ഉറപ്പിച്ച് വെക്കുക. ഇപ്പം നിങ്ങൾക്ക് തന്നെ തോന്നും, ഓ ഇതൊന്നും നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ഇതിനൊന്നും ഒരു യോഗ്യത ഇല്ല എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ദെൻ വൈ വിൽ യു ഗെറ്റ് ഇറ്റ്? വൈ വിൽ യു ഈവൻ വർക്ക് ഫോർ ഇറ്റ്? അങ്ങനെ ഒരിക്കലും തിങ്ക് ചെയ്യരുത്. യു തിങ്ക് ബിഗ് ആൻഡ് വർക്ക് ഫോർ ഇറ്റ്. അത് എപ്പോഴെങ്കിലും ഇവൻച്വലി വരും. ബെറ്റർ ദാൻ നോട്ട് തിങ്കിങ് ആൻഡ് വർക്കിംഗ് അല്ലേ, ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഗിവിങ് ഇറ്റ് എ ട്രൈ. സോ അത്രേ പറയാനുള്ളൂ. ദയവ് ഇത് ആരോടും ഇങ്ങനത്തെ പേഴ്സണൽ ഇൻകം അങ്ങനത്തെ കാര്യം ചോദിക്കരുത്. ഞാൻ പറഞ്ഞ പോലെ ഹോപ്പ്ഫുള്ളി വിൽ ഹാവ് ആൻ ഇൻകം ഓഫ് ലേറ്റർ ഓൺ മേ ബി ഒരു 5 to 8 lakh rupees. പക്ഷേ നമുക്കത് ഉണ്ടായാലും നമുക്ക് അന്നാലും ജസ്റ്റ് ഒരു ചെറിയ പ്രോഫിറ്റും ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വ്ളോഗിങ്ങിൻ്റെ എക്സ്പെൻസ് ഇസ് വെരി ഹൈ. പക്ഷേ ദർ ഇസ് എ ഹ്യൂജ് സ്കോപ്പ് ആൻഡ് അറ്റ്ലീസ്റ്റ് വി ആർ ഡൂയിങ് വാട്ട് വി ലവ്. അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. സോ ഐ വിൽ നെവർ സ്റ്റോപ്പ് വർക്കിംഗ് ഹാർഡ് ഫോർ ദിസ് ചാനൽ, ഫോർ അവർ ചാനൽ, ബിക്കോസ് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല, ഞാൻ വീണ്ടും പറയുന്നല്ല, ഇങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ള പാഷൻ വിറ്റ് നമുക്കൊരു ജീവിതം ഉണ്ടാക്കാൻ പറ്റുന്നത്. സോ വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ആൻഡ് ഐ ഹോപ്പ് ഐ ഹാവ് ഇൻ ഒഫൻഡഡ് എനി വൺ. ഞാൻ ആരെ ഒഫൻഡ് ചെയ്യാനോ ആരെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷേ മനസ്സിൽ തോന്നിയ കാര്യം, നമ്മുടെ ഒരു ഹാർട്ട് ടു ഹാർട്ട് ടോക്ക് അല്ലേ ഇത്, അതുപോലെ പറഞ്ഞതേ ഉള്ളൂ. സോ ഐ വിഷ് എവ്രി വൺ ഓൾ ദ ബെസ്റ്റ്. യങ്സ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞല്ലോ, ഡ്രീം ബിഗ്, കീപ് ട്രൈങ് ഹാർഡ്, ഡോണ്ട് ടേക്ക് ഫെയിലിയേഴ്സ് ടു ഹാർട്ട്, ലേൺ ഫ്രം ഫെയിലിയേഴ്സ് ആൻഡ് ഓൾവേസ് ആസ്പയർ ടു ബി സംതിങ് മോർ. കുറച്ച് പാരൻസിനോടും അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരോട് പറയുന്നത്, സപ്പോർട്ട് ദ യങ്സ്റ്റേഴ്സ്, സപ്പോർട്ട് ദി യുവർ ചിൽഡ്രൻ, സപ്പോർട്ട് സൊസൈറ്റി, ലെറ്റ് സപ്പോർട്ട് ഈച്ച് അതർ സോ ദാറ്റ് എല്ലാവർക്കും അങ്ങോട്ട് ഗ്രോ ചെയ്യാം എന്നുള്ള രീതിയിൽ. ജസ്റ്റ് ട്രൈ ടു തിങ്ക് എവറിത്തിങ് പോസിറ്റീവ് ആൻഡ് എഡ്യൂക്കേഷൻ ഇസ് എ മസ്റ്റ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. സോ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ, അടുത്ത വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പിൻ്റെ പ്രിപ്പറേഷനും ട്രിപ്പിൻ്റെ സംഭവങ്ങളൊക്കെ ആയിരിക്കുക. ഇപ്പം തന്നെ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.